സർക്കാരിന് വലിയ ആശ്വാസകരമാകുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. DA സന്ദേശ വിവാദത്തിൽ കഴമ്പില്ല എന്ന് ഹൈക്കോടതി. ഭരണനിർവഹണത്തിന്റെ ഭാഗമായി സന്ദേശങ്ങൾ അയക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സന്ദേശത്തിൽ നിയമവിരുദ്ധതയോ സ്വകാര്യതയുടെ ലംഘനമോ ഇല്ല എന്നുകൂടിയാണ് കോടതി നിരീക്ഷിച്ചത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഏറെ ആശ്വാസകരമാകുന്ന, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഡേറ്റ ചോർച്ച എന്ന വലിയ വിവാദമുണ്ടാകുന്നത്. അതിനോട് ചേർത്ത് വെച്ച് പോകേണ്ടത് സമാനമാകുന്ന തരത്തിൽ നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ആധാർ പോലെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിരുന്നത് ഇടതുപക്ഷമായിരുന്നു. ജനങ്ങളുടെ ഡേറ്റകൾ സർക്കാർ സ്വന്തമാക്കുന്നുവെന്നും അത് വലിയ തോതിലുള്ള ഡേറ്റ ചോർച്ചയ്ക്ക് വഴിയൊരുക്കും എന്ന് വാദിച്ചിരുന്ന ഇടതുപക്ഷം ആണ് പിന്നീട് സർക്കാർ സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ജീവനക്കാർക്ക് സന്ദേശം അയക്കുന്നത് അതൊരു ഡേറ്റ ചോർച്ചയാണ് എന്ന തരത്തിലുള്ള പരാതിയാണ് ഉയർന്നു വരികയും അങ്ങനെ അത് കോടതിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതി ഇപ്പോൾ നിരീക്ഷിക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകളോ സ്വകാര്യതയുടെ ലംഘനമോ ഇല്ല എന്ന് തന്നെയാണ്. ആജ്ഞ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ, ഇതിപ്പോൾ സ്വകാര്യതയുടെ ലംഘനം നടന്നിട്ടില്ല. മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഈ ജീവനക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന സന്ദേശങ്ങൾ അയക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. എന്തായിരുന്നു ഹർജിക്കാരുടെ വാദം? ആ വാദത്തെ എങ്ങനെയാണ് സർക്കാർ മറികടന്നത്? എന്താണ് കോടതി ഇതിൽ നിരീക്ഷിച്ചത്? അഭിലാഷ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയ കാര്യത്തിനായി ഉപയോഗിക്കുന്നു. അതായത് ജീവനക്കാരുടെ വിവരങ്ങൾ, സ്വകാര്യ വിവരങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഹർജി. ഡാറ്റ ചോർച്ചയുടെ ഭാഗമായി തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഈ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്ന് തന്നെയാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചു കഴിയുന്നത് വരെ ഈ സർക്കാർ ഈ മെസ്സേജുകൾ അയക്കരുത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ നേരിട്ട് ഹാജരായി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മാത്രം പ്രതിനിധിയല്ല, ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ്. അതായത് ഗവൺമെന്റിന്റെ HOD ആണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജീവനക്കാർക്ക്, ഉദ്യോഗസ്ഥർക്ക് മെസ്സേജ് അയക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉദ്യോഗസ്ഥരെ അറിയിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട്. ആ അധികാരമാണ് അദ്ദേഹം വിനിയോഗിച്ചത്. അതേസമയം മെറ്റയുടെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചത് ഇത് സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് അത്തരത്തിലുള്ള ഓൺലൈൻ ഫ്രോഡ്സ്റ്ററുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായി എവിടെ നിന്നാണ് മെസ്സേജ് നൽകിയത് എന്നുള്ള വിവരം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് മെറ്റയുടെ സാങ്കേതികത അതിന് ഉപയോഗിച്ചത് എന്നും കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, IT മിഷന് ഒരു സ്പാർക്കിലെ വിവരങ്ങൾ ചോർത്താനുള്ള അധികാരമില്ല. അതൊരു ജീവനക്കാരനും അതിനുള്ള അധികാരം നൽകിയിട്ടുമില്ല. ഒരു ജീവനക്കാരനെ കൊണ്ടും അത് കഴിയില്ല എന്നും തന്നെയാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. അത് കോടതിക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഈ കോടതിയുടെ നിരീക്ഷണം വന്നത് തന്നെ കഴിഞ്ഞ തവണ വാദം കേൾക്കുമ്പോൾ കോടതി പറഞ്ഞതും ഇങ്ങനെയാണ്. ഇത്തരത്തിൽ ഡാറ്റ ചോർച്ചയ്ക്കുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നില്ല. സംസ്ഥാന സർക്കാരിന് അവരുടെ വിവരങ്ങളും അതല്ലെങ്കിൽ DNS അലവൻസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നുള്ള ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന് ജീവനക്കാരനെ അറിയിക്കാനുള്ള അധികാരമുണ്ട്. അത് മാത്രമേ സംസ്ഥാനം ചെയ്തുള്ളൂ. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി കൂടിയുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശം അയക്കാൻ സർക്കാർ അനുമതി ചോദിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കോടതിയെ അതും അനുവദിക്കണം. അതിപ്പോൾ പരിഗണിച്ചിട്ടില്ല എങ്കിലും ആ ഉപഹർജി പരിഗണിക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതുകൂടി അനുവദിക്കാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പുതിയ വിവരങ്ങൾ അനുസരിച്ച് അതായത് നന്ദി സന്ദേശവും അയക്കാം എന്ന നിലയിലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷണങ്ങൾ വരുന്നത്. CMDRFിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. DA സന്ദേശം സദ്ഭരണത്തിന്റെ ഭാഗമാണ്. ഇതിനായി സ്പാർക്ക് വിവരങ്ങൾ ശേഖരിക്കാം. DA സന്ദേശത്തിൽ സ്വകാര്യതയുടെ ലംഘനമില്ല. സന്ദേശവും അല്ലെങ്കിൽ സന്ദേശം ശമ്പളവും മറ്റ് ആനുകൂല്യവും സംബന്ധിച്ച് DAയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഈ ഡേറ്റകൾ, ജനങ്ങളുടെ സാധാരണക്കാരുടെ ഡേറ്റകൾ ചോർന്നു പോകുന്നു എന്ന സംശയമാണ് ഉന്നയിക്കപ്പെട്ടത്. പക്ഷേ ഇതാ ഇപ്പോൾ ഈ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. അതായത് സ്പാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരുടെ വിവരങ്ങളോ ഡേറ്റകളോ കൈമാറി എന്നതിന് തെളിവില്ല. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുകയും അത് പിന്നീട് ഈ ഇലക്ഷൻ പ്രചാരണത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഡേറ്റ വിൽക്കുകയോ അങ്ങനെ ഡേറ്റകൾ എന്നത് വലിയ വിലപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ അതിനൊന്നും തെളിവില്ല എന്നതാണ് കോടതി ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. ആജ്ഞ
തീർച്ചയായിട്ടും അഭിലാഷ്, എന്തായാലും നേരത്തെ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ഹാജരായിരുന്ന സാഹചര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു വിവരവും ഇത്തരത്തിലുള്ള ഒരു ഡാറ്റയും ശേഖരിച്ചിട്ടില്ല, സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ഇക്കാര്യത്തിൽ വ്യക്തത നൽകിയിരുന്നു. അത് കോടതിക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡാറ്റ ചോർച്ച ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും ഡാറ്റ ചോർച്ചയില്ല, ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി തള്ളുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം സർക്കാരിന് വലിയ ആശ്വാസമാണ്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഇത്തരത്തിൽ സാധാരണക്കാരുടെയും ജീവനക്കാരുടെയും ഡാറ്റകൾ ചോർത്തി അഭിലാഷ് പറഞ്ഞതുപോലെ വലിയ ഒരു വിലയാണ് ഡാറ്റയ്ക്ക് നൽകേണ്ടി വരിക. അത്തരം ഡാറ്റകൾ ചോർത്തി അതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ അയക്കുകയും സർക്കാരിന്റെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഹർജി. അതേസമയം ഉദ്യോഗസ്ഥരെ അതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ബന്ധപ്പെട്ടുമുള്ള മെസ്സേജുകൾ സർക്കാരിന് അയക്കാമെന്നുള്ള നിലപാടിൽ തന്നെയാണ് കോടതി എത്തിയിരിക്കുന്നതും. അതുമാത്രമല്ല, ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തവർക്ക് നന്ദി സന്ദേശവും അയക്കാം എന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. CMDRAFിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് സ്പാർക്കിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. DA സന്ദേശത്തിൽ സ്വകാര്യതയുടെ ലംഘനമില്ല എന്നുമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അഭിലാഷ്, എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു മറ്റൊരു ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നത്, ഡേറ്റ ചോർച്ച എന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ പരസ്യങ്ങൾ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പത്രങ്ങളിൽ വ്യാപകമായ പരസ്യങ്ങളുണ്ട്, ടെലിവിഷൻ ചാനലുകളിൽ പ്രത്യേകമായ പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, KSRTC ബസ്സുകളിൽ പരസ്യം കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് നഗരപ്രദേശങ്ങളിലെ ഫ്ലെക്സുകൾ എല്ലാം തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ തന്നെയാണ്. അവിടെയാണ് പ്രതിപക്ഷം സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പരസ്യത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചെലവഴിക്കുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നത്. അതിനോടൊപ്പം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദേശം എന്ന നിലയിൽ ജീവനക്കാർക്ക് എത്തുന്ന വിവരങ്ങൾ അതുകൂടി ഒരു പരസ്യത്തിന്റെ ഭാഗമാണ് എന്ന നിലയിലേക്ക് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നവർക്ക് നന്ദി സന്ദേശം അയക്കുമ്പോൾ അതെല്ലാം ഒരു തരം തെരഞ്ഞെടുപ്പ് പ്രചാരണമായി മാറുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു P. റഷീദ് അഹമ്മദ്, അദ്ദേഹം അധ്യാപകനാണ്, KM അനിൽകുമാർ സെക്രട്ടേറിയറ്റ് ഓഫീസർ ആണ്, ഇവർ ആണ് ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിക്കാരുടെ വാദങ്ങൾ എന്തായാലും കോടതി തള്ളിക്കളയുന്നു. കോടതി നിരീക്ഷിക്കുന്നത് ഈ ഡേറ്റകൾ, അതായത് സ്പാർക്ക് ഡേറ്റകൾ, ആ ഡേറ്റകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചോർന്നു പോയിട്ടുണ്ട് എന്നതിന് ഒരു തെളിവും ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ജീവനക്കാരെ അറിയിക്കുന്നതിൽ പുതിയ കാലഘട്ടമാണ്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാം വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ആ സന്ദേശങ്ങൾ മൊബൈലിലേക്ക് അയക്കുന്നതിൽ ഒന്നും തെറ്റില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സംഭാവന ചെയ്യുന്നവരെ സർക്കാർ നന്ദി അറിയിച്ചാൽ അതിനെയും വീഴ്ചയായോ പോരായ്മയായോ അത് സ്വകാര്യതയുടെ ലംഘനമായോ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ് കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണം. ഇനി ഒരു പക്ഷേ ഹർജിക്കാർ മേൽക്കോടതിയെ സമീപിക്കുമോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് അവർ പോകുമോ എന്നതും ഈ ഘട്ടത്തിൽ നമുക്ക് അറിയില്ല. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.